ഫസ്റ്റ് ഫിസിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് is equal to mu 0 times the total current enclosed by the loop. ഗോസ് തിയറം പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസ് തിയറം, അതുപോലെ മാഗ്നറ്റിസത്തിൽ ബയോസാവേർട്ട് ലോ, അതൊക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഈ ലോയും ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്. എന്താണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ? വി ആർ കൺസിഡറിങ് എ ക്ലോസ്ഡ് ലൂപ്പ്, okay, and line integral of the field intensity around that loop is equal to mu 0 times total current enclosed. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നപ്പോൾ ഗോസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമ്മളൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് എൻ ആംപീരിയൻ ലൂപ്പ്. ഇറ്റ്സ് എ ക്ലോസ്ഡ് ലൂപ്പ്, ഓക്കെ. അപ്പോൾ ആ ആംപീരിയൻ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I. ഇതാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത്. mu 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. I ഇസ് ദ ടോട്ടൽ കറൻറ്റ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്, ഓക്കെ. അതായത് ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറൻറ്റ്. അപ്പോൾ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ദാറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറൻറ്റ് പെനട്രേറ്റ്സ് ത്രൂ ദ ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടാണ് ഇവിടെ I എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ആംപിയേഴ്സ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വി ഹാവ് ടു കൺസിഡർ എ ക്ലോസ്ഡ് ലൂപ്പ്. ദാറ്റ് ലൂപ്പ് ഇസ് നോൺ ആസ് ആംപീരിയൻ ലൂപ്പ്. ഈ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ബി ഷുഡ് ബി ടാൻജൻഷ്യൽ ടു ദ ലൂപ്പ്. ആ ലൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലൂപ്പിലെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ബി ഇറ്റ് ഷുഡ് ബി അലോങ് ദി ടാൻജൻറ്റ്. ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോർമൽ ഓർ ബി വാനിഷസ്. ഈ രീതിയിൽ വേണം നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. നമ്മൾ ആപ്ലിക്കേഷൻ നോക്കാം. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻ. We are going to find out magnetic field intensity at a point due to a straight infinite current carrying wire. Ampere's circuital law ഉപയോഗിക്കുന്നത് it is used to find magnetic field intensity due to current carrying conductors. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ, അതുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ കണ്ടക്ടർ ലൂപ്പിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഏത് പോയിന്റിലാണോ ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ആംപീരിയൻ ലൂപ്പിൽ ആയിരിക്കണം, ഓക്കെ. അപ്പോൾ ലെറ്റ് ആർ ബി ദ റേഡിയസ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പ് ഇറ്റ്സ് എ സർക്കുലർ ലൂപ്പ്, ഓക്കെ. അപ്പോൾ അത് ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് കണ്ടക്ടർ ആ ലൂപ്പിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ പ്ലെയിനിലുള്ള ഒരു സർക്കിളാണ് ആംപീരിയൻ ലൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആർ ഇസ് ദ റേഡിയസ്, ഓക്കെ. അതായത് ആർ എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലെ ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, കണ്ടക്ടറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. നോക്കാം, അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. സോ ഇവിടെ നമുക്ക് യു ഹാവ് എൻ ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇറ്റ് ക്യാരീസ് കറന്റ് I, ഓക്കെ. അപ്പോൾ ഈ കണ്ടക്ടർ ഇറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഇറ്റ്സ് നെയ്ബർഹുഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി എന്ന പോയിന്റിൽ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് യൂസിങ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I. ആംപിയേഴ്സ് സർക്യൂട്ടൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ്, ഓക്കെ. ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ നമുക്ക് P lies at a distance r from the conductor.
ഓക്കെ, പിയുടെ ഡിസ്റ്റൻസ്, പി എന്നുള്ള പോയിന്റ് ഈ കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പ്, ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് the magnetic field on that loop is tangential. Okay, magnetic field intensity direction, it is tangential to the loop. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കണ്ടക്ടർ ഇങ്ങനെയാണെങ്കിൽ, ഇതാണ് കണ്ടക്ടർ എങ്കിൽ നമ്മുടെ ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഒരു സർക്കിളാണ്. കണ്ടക്ടറിന് ചുറ്റുമുള്ള ഈ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർക്കിളാണ് ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ കണ്ടക്ടറിലാണ് ആ സർക്കിളിന്റെ സെന്റർ. സർക്കിളിലെ ഓരോ പോയിന്റിലും പിയുടെ വാല്യൂ സെയിം ആയിരിക്കും, കാരണം ഡിസ്റ്റൻസ് ഒന്ന് തന്നെയാണ്, സെയിം ഡിസ്റ്റൻസ് r. സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് r. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഇസ് ടാൻജൻഷ്യൽ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 i, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ 0 i. Closed integral b dl cos theta equal to mu 0 i. What is theta here? Theta is angle between b and dl. Magnetic field intensity length element തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ b dl cos theta-യിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ആ റൂൾ എന്താണെന്ന് നോക്കാം. ഏത് റൂളാണ് നമ്മളിവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? റൂൾ ടു ഡിറ്റർമിൻ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് വയർ. ദാറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നമ്മൾ മുമ്പ് റൈറ്റ് ഹാൻഡ് തം റൂൾ പഠിച്ചു. അത് തന്നെ മറ്റൊരു രീതിയിലാണ് ഇവിടെ. റൈറ്റ് ഹാൻഡ് തം റൂളിൽ എന്തായിരുന്നു? ഫിംഗേഴ്സ് കേൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ്, ദെൻ തം ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അല്ലേ. സർക്കുലർ കോയിലിൻ്റെ കേസിലാണ് നമ്മൾ ആ റൂൾ ഉപയോഗിച്ചത്. അതായത് ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ്. തമ്പ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ്, ദെൻ fingers curl in the direction of magnetic field. Okay, a statement നോക്കൂ. Grasp the wire in your right hand with your extended thumb pointing in the direction of the current. Your fingers will curl around in the direction of magnetic field. അതായത് നമ്മൾ വലത് കൈയിൽ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ പിടിച്ചു കഴിഞ്ഞാൽ, if the thumb is in the direction of current in the conductor, then fingers curl in the direction of magnetic field. ഓക്കെ, ഇതാണ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടക്ടർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, if we are considering point P in the on the right side of the conductor, the magnetic field intensity എന്ന് പറയുന്ന ഫിംഗേഴ്സ് അങ്ങനെ ഉള്ളിലേക്കാണ് കേൾ ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വരിക. അപ്പോൾ സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പ്. ദാ ഇങ്ങനെ. ഓക്കെ, സോ ദാറ്റ് ദ കണ്ടക്ടർ പെനട്രേറ്റ്സ് ത്രൂ ദി ലൂപ്പ്. ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഈ സർക്കിളിലുള്ളൊരു പോയിന്റ് ആണ് പി. അപ്പോൾ ഈ ബിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. സി, ഈ രീതിയിലാണ് നമ്മൾ കണ്ടക്ടർ പിടിക്കേണ്ടത്. തം ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. സപ്പോസ് കറന്റ് ഇസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടക്ടർ ഈ രീതിയിൽ പിടിക്കുന്നു. തമ്പ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ദെൻ ഫിംഗേഴ്സ് കേൾ. ഓക്കെ, ഫിംഗേഴ്സ് കേൾ in the direction of magnetic field lines. Okay, but thumb in the direction of current, then fingers curl in the direction of magnetic field lines. അപ്പോൾ ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു സർക്കുലർ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമ്പോൾ അതിൽ ഒരു പോയിന്റിലെ ടാൻജന്റ് ആണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കറണ്ട് അപ്വേർഡ് ആണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനും കൂടി ഇതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് അലോങ് ദി ടാൻജന്റ്. ഓക്കെ, സോ ബി ഡി എൽ കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ 0 i എന്നുള്ള ഇക്വേഷനിൽ വാട്ട് ഇസ് തീറ്റ? തീറ്റ ഈക്വൽ ടു 0. കാരണം എന്താ? ഇവിടെ നമ്മൾ പി ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ സെക്ഷൻ എടുക്കുകയാണ്, ഡി എൽ. ഓക്കെ, ലെറ്റ് ഡി എൽ ബി ദ സ്മോൾ സെക്ഷൻ ഓഫ് ദറ്റ് ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷനാണ്. സോ തീറ്റ ഈക്വൽ ടു 0. സോ ദ ഇക്വേഷൻ ബിക്കംസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ ഈക്വൽ ടു മ്യൂ 0 i. ഓക്കെ, ബി കോൺസ്റ്റന്റ് ആണ് ബിക്കോസ് ഓൾ പോയിന്റ്സ് ഓൺ ദ ആംപീരിയൻ ലൂപ്പ് ആർ ഇൻ ദ സെയിം ഡിസ്റ്റൻസ്.
എല്ലാ നമ്മൾ ആംപീരിയൻ ലൂപ്പ് അങ്ങനെയാണ് എടുക്കുക. ആ ലൂപ്പിലുള്ള എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി കോൺസ്റ്റന്റ് ആണ്. സോ യു ഗെറ്റ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു μ0I. What is integral dl? Total length of the loop. Integral dl equal to 2 pi r. Okay, length of that circle. അല്ലേ, ഡി എൽ എന്ന് പറയുന്നത് സർക്കിളിലെ ചെറിയൊരു സെക്ഷൻ അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞ സർക്കിളിന്റെ മുഴുവൻ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു 2 pi r. സോ യു ക്യാൻ റൈറ്റ് the equation as b into 2 pi r equal to μ0I, or b equal to μ0I divided by 2 pi r. Okay, μ0I by 2 pi r. This is the magnetic field intensity at a point due to a straight conductor carrying current. Okay, so I is the current, μ0 permeability, r distance of the point. ഏത് പോയിന്റിലേക്കുള്ള ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, കണ്ടക്ടറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. സോ μ0I by 2 pi r naught. That is the field intensity due to a straight conductor carrying current. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന സോളിനോയിഡ് ആണ്. സോളിനോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് insulated wire wound in the form of a helix is called a solenoid. അതായത് വളരെ നീളമുള്ള ഒരു വയർ, ഇൻസുലേറ്റഡ് വയർ ഒരു ഹെലിക്കൽ ഫോമിൽ വൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുക. അപ്പോൾ ഒരുപാട് ചുറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ചുറ്റുകളുള്ള ഒരു ഹെലിക്കൽ ഷേപ്പിലുള്ള ഇൻസുലേറ്റഡ് വയറാണ് സോളിനോയിഡ്. അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേണും ഒരു സർക്കുലർ കോയിലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോളിനോയിഡിലെ ഓരോ ടേണും ഒരു സർക്കുലർ കോയിലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈച്ച് ടേൺ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നെറ്റ് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഫീൽഡ്സ് ഡ്യൂ ടു ഓൾ ദ ടേൺസ്. ഓക്കെ, അപ്പോൾ ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ സോളിനോയിഡ്. റൈറ്റ്, സോ ഇറ്റ് ഈസ് the vector sum of fields due to all the turns. ഓരോ ടേണും കൊണ്ടുള്ള ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ വളരെ സിമ്പിളായിട്ട് ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സോളിനോയിഡ് കൊണ്ടുള്ള ഫീൽഡ് കണ്ടുപിടിക്കാവുന്നതാണ്. നോക്കാം. ഇവിടെ സോളിനോയിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഫിഗറാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ ആ ചുറ്റുകൾ, ഓക്കെ, ബ്ലൂ ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്ന ആ ചുറ്റുകൾ ഓരോ ടേണുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെക്റ്റാങ്കുലർ ലൂപ്പ് ABCD, റൈറ്റ്. ABCD ഇസ് എ റെക്റ്റാങ്കുലർ ലൂപ്പ്. അതാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. L എന്ന് പറയുന്ന ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ലെങ്ത്. ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ്. ഇനി ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ദ ഫീൽഡ് ഈസ് ഓൾമോസ്റ്റ് സീറോ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അത് ചിത്രത്തിൽ കാണുന്ന പോലെ പോയിന്റ് Q കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു കോമ്പസ് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് നോ ഡിഫ്ലക്ഷൻ. ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് Q ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതായത് ഓരോ ടേൺ കൊണ്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി അവിടെ സീറോ ആയി കാണും. ഓരോന്നുകൊണ്ടും ഫീൽഡ് ഉണ്ടാവും, പക്ഷേ നെറ്റ് ഫീൽഡ് Qവിൽ സീറോ ആണെന്ന് പറയാം. അപ്പോൾ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ദർ ഇസ് നോ ഫീൽഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ ടോട്ടൽ ഫീൽഡ് inside the solenoid. It's a current carrying solenoid. Each turn acts as a circular coil carrying current. അപ്പോൾ ഓരോ ടേണും ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻസൈഡ് ദ സോളിനോയിഡ് വാട്ട് ഇസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, ആൻഡ് എപ്പോഴും അത് എവ്രിവെയർ ഇൻസൈഡ് ദ ഫീൽഡ് ഇസ് പാരലൽ ടു ദി ആക്സിസ്. അത് നമുക്ക് ആ സർക്കുലർ കോയിലിൻ്റെ കേസിൽ റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫിഗർ നോക്കൂ. ഇവിടെ വിരൽ, റൈറ്റ് ഹാൻഡിൻ്റെ വിരലുകൾ കറണ്ടിൻ്റെ, ഓക്കെ, റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്തു. അപ്പോൾ തമ്പ് കാണുന്നില്ലേ? തമ്പ് ഷോസ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ചുറ്റുകളിലൂടെയുള്ള കറണ്ട്. നമ്മൾ ഫിംഗേഴ്സ് ആ രീതിയിൽ കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവ്രിവെയർ ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പാരലൽ ടു ദി ആക്സിസ്. ഇനി എങ്ങനെയാണ് ഈ ഫീൽഡിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം.
ഇത് സോളിനോയിഡിന് ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇത് ചെറിയൊരു വയറാണ്, പക്ഷെ വളരെ വളരെ നീളമുള്ള വയറ് ഇങ്ങനെ ചുറ്റുകളാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു വയറാണ്. ഈ രീതിയിൽ വളരെ നീളമുള്ള വയറ് ഇങ്ങനെ ഒരുപാട് ടേൺസ് ഉള്ള രീതിയിൽ ഹെലിക്കൽ ഷേപ്പിൽ ഇൻസുലേറ്റഡ് വയർ, അതിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സോളിനോയിഡ് കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്ത എന്താ, ഈ സോളിനോയിഡിന്റെ കുറച്ച് ടേൺസ് മാത്രം ഉൾപ്പെടുത്തി നമ്മളൊരു റെക്ടാങ്കുലർ ലൂപ്പ് ആംപീരിയൻ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ടേൺസും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് ടേൺസ് DL ലെങ്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ചെറിയൊരു സെക്ഷൻ DL ലെങ്ത് എടുത്ത് ഇത് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ആംപീരിയൻ ലൂപ്പ്. ആ ആംപീരിയൻ ലൂപ്പ് എങ്ങനെയായിരിക്കും, അതിന്റെ AB എന്നുള്ള ഭാഗം ഇതിനുള്ളിലൂടെ പോവും, BC പുറത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, CD ഈ സോളിനോയിഡിന്റെ പുറത്താണുള്ളത്, DC വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പുറത്തുള്ള ഭാഗത്ത് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. കാരണം ഓരോ ടേണും ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കറന്റ് ഓരോ ടേണിലൂടെയും പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുറത്ത് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. ഉള്ളിലുള്ള ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ കണ്ടു ആംപീരിയൻ ലൂപ്പസ് ABCD. ആ ലൂപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചത്. സോളിനോയിഡ് നിങ്ങൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഇന്റഗ്രൽ B.dl നമുക്ക് എങ്ങനെ എഴുതാം, ഇതാണ് നമ്മുടെ ലൂപ്പ്. A to B B.dl, B to C B.dl, C to D B.dl, D to A B.dl. ഈ രീതിയിൽ നമുക്ക് എഴുതാലോ. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു ഓരോന്ന് എഴുതാം. A to B B.dl പ്ലസ് B to C B.dl പ്ലസ് C to D B.dl പ്ലസ് D to A B.dl. ഇതാണ് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ആംപിയർ സർക്യൂട്ടൽ ലോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആംപിയർ സർക്യൂട്ടൽ ലോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി ഇത് നമുക്ക് ഓരോന്നും പരിശോധിക്കാം. A to B എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ മാത്രമാണ്, ആംപീരിയൻ ലൂപ്പിന്റെ ഈ സെക്ഷൻ മാത്രമാണ് എടുക്കുന്നത്. ഈ സെക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു, പാരലൽ ആണ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ബിയുടെ ഡയറക്ഷൻ, B ആൻഡ് AB എന്ന് പറയുന്ന ലെങ്ത് പാരലൽ ആണല്ലോ. അപ്പൊ ഇതെങ്ങനെ എഴുതാം, A to B B.dl cos 0. എങ്ങനെയാ cos 0 എന്ന് കിട്ടിയത്, ഫീൽഡ് ഇന്റൻസിറ്റി പാരലൽ ടു AB, സോ B.dl cos 0 പ്ലസ് C to D BC എന്നുള്ള സെക്ഷനാണ് എടുക്കുന്നത്. BC B ഇങ്ങനെയാണ്, ഇതാണ് ബിയുടെ ഡയറക്ഷൻ. BC ലെങ്ത് പെർപെൻഡിക്കുലർ ആണ്, സോ B.dl cos 90. ഓക്കെ, സെക്കൻഡ് ടേം പ്ലസ് C to D. C to D എന്നുള്ളത്, CD എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഈ സോളിനോയിഡിന്റെ പുറത്താണ് CD എന്നുള്ള പാർട്ട് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് B ഈക്വൽ ടു 0, സോ തേർഡ് ടേം ബിക്കംസ് 0. എന്തുകൊണ്ടാണ്, CD എന്നുള്ള ആംപീരിയൻ ലൂപ്പിന്റെ പാർട്ട് സോളിനോയിഡിന്റെ പുറത്താണ്. സോളിനോയിഡിന്റെ പുറത്ത് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് 0. ഓക്കെ, പ്ലസ് D to A. D to A നോക്കൂ, ഫീൽഡ് ഇങ്ങനെ ലെങ്ത് DA പെർപെൻഡിക്കുലർ, സോ യു ഗെറ്റ് B.dl cos 90. ഓക്കെ, എന്ത് കിട്ടും, ഫസ്റ്റ് B.dl. ഓക്കെ, B.dl cos 0 1 ആണ്. ദിസ് ടേം ബിക്കംസ് cos 90 0. This is 0, this is 0, here again cos 90 0. So you'll get B.dl, right side B.dl എന്ന് മാത്രമാണ്. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു ഇന്റഗ്രൽ B.dl, which can be written as B into integral dl. എന്താണ് B into integral dl എന്ന് എഴുതാൻ കാരണം, B കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ DL മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ സോളിനോയിഡ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൺസിഡർ ചെയ്യുമ്പോൾ ലെങ്ത് മാത്രമാണ് വേരിയേഷൻ വരുന്നത് അല്ലെ. വളരെ നീളമുള്ള ഒരു കോയിലാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം അത് ലെങ്ത് മാത്രമാണ് അതിൽ വേരിയേഷൻ വരുന്നത്. B കോൺസ്റ്റന്റ് ആണ് ഉള്ളിൽ. അപ്പോൾ B ഇന്റഗ്രൽ DL എന്ന് എഴുതാം.
So you get B integral dl equal to mu 0 I. Okay, I എന്ന് പറയുന്നത് it is a total current enclosed, right? Total current enclosed ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ mu 0 I എന്നുള്ളത് നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. അപ്പോൾ B ഇൻറ്റു L ഈക്വൽ ടു mu 0 Ni. Why Ni? Because solenoid has n turns, n number of turns of the solenoid. ഇത്രയും ടേൺസ് ഉണ്ട് സോളിനോയിഡിൽ. അപ്പോൾ ഓരോ ചുറ്റുകൊണ്ടുള്ള കറണ്ട്, ഓരോ ചുറ്റിലും ഐ എന്നുള്ള കറണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 I എന്നതിൽ ഐ ഡിനോട്ട്സ് ദി ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ n ടേൺസ് ഉണ്ടെങ്കിൽ യു ഹാവ് mu 0 Ni or B equal to mu 0 Ni by L, which can be written as mu 0 Ni. What is Ni? Small n എന്താണ്? Small n equal to n by L. Total number of turns by length. That is number of turns per unit length. Okay, number of turns per unit length of the solenoid. അപ്പോൾ B dot dl equal to mu 0 I എന്നുള്ള ഇക്വേഷൻ്റെ this I denotes the total current enclosed by the loop. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ടേണിലും ഐ എന്നുള്ള കറണ്ട് ഉണ്ട്. അപ്പോൾ n ടേൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് n ഇൻറ്റു ഐ ആണ്. അതുകൊണ്ടാണ് mu 0 Ni എന്ന് എഴുതിയത്. അപ്പോൾ B ഈക്വൽ ടു mu 0 Ni by L. അതിൽ mu 0 Ni, n by L, that is total number of turns by length of the coil. That gives you a number of turns per unit length denoted by small n. Okay, n is the total number of turns, capital L is the total length. അപ്പോൾ n by L gives number of turns per unit length of the solenoid. So B equal to mu 0 Ni. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ടു എ സോളിനോയിഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കൂ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് കറണ്ട്. Okay, depends on number of turns per unit length and current. If current remains constant, then the magnetic field intensity remains constant. Okay, if current remains constant, the magnetic field intensity also remains constant. അപ്പോൾ for a given solenoid, the magnetic field intensity is a constant എന്ന് പറയാം. Magnetic field intensity is a constant, or uniform magnetic field intensity exists within the solenoid. Okay, so there exists uniform magnetic field inside a current carrying solenoid. Okay, inside the solenoid uniform magnetic field exists, and outside the solenoid the magnetic field intensity is 0. സോ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്